ദിലീപിന്റെ വിശ്വസ്യത 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നതല്ല. വേദിയിൽ വികാരാതീതനായി ഷാരിസ് മുഹമ്മദ്. ദിലീപിന്റെ 150ാമത് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി നേരിട്ടത് സമാനതകളില്ലാത്ത ആക്രമണമെന്ന് തിരക്കഥാകൃത്ത് ഷാരിസ് മുഹമ്മദ്. എന്നാൽ മനഃപൂർവ്വമുള്ള ഇത്തരം നീക്കങ്ങളെയെല്ലാം നേരിട്ടുകൊണ്ട് ചിത്രം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ജനങ്ങൾ തന്നെ നെഗറ്റീവ് പറഞ്ഞവർക്ക് ശക്തമായ മറുപടി നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. ചിത്രത്തിന്റെ 50ാം ദിവസത്തിൽ സംഘടിപ്പിച്ച വിജയാഘോഷ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സിനിമ ഇറങ്ങി 1ാമത്തെ ദിവസം വൈകുന്നേരം മുതൽ നെഗറ്റീവ് റിവ്യൂസ് ചെയ്ത്, അതായത് സിനിമയുടെ കഥ പറഞ്ഞു നശിപ്പിക്കാൻ ചിലർ ശ്രമിച്ചുകൊണ്ടിരുന്നു. 5 ഇഞ്ച് മൊബൈലുണ്ട്, 500K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുള്ള അഹങ്കാരത്തിൽ ആരെങ്കിലുമൊക്കെ നെഗറ്റീവ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് 3 കാര്യങ്ങളിലാണ് തെറ്റിയത്. ഇത് മാജിക് ഫ്രെയിംസ് നിർമ്മിക്കുന്ന ചിത്രമാണെന്ന് അവർ ഓർത്തില്ല. 2, ഈ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി ആണെന്ന് അവർ ഓർത്തില്ല. 3, ലക്ഷക്കണക്കിന് ജനങ്ങളുടെ നെഞ്ചിലാണ് ദിലീപ് എന്നും അവർ ഓർത്തില്ല. അവരോടൊക്കെ പറയാനുള്ളത്, ഞാൻ വൈകാരികമായിട്ടേ സംസാരിക്കുകയുള്ളൂ, എനിക്ക് ഡിസിപ്ലിൻ ഇല്ല. അവരോടൊക്കെ പറയാനുള്ളത്, പ്രിൻസ് സിഞ്ചുവിനോട് ഗോൾഡൻ ബട്ടൺ പൊളിച്ചിട്ടിട്ട് പറയുന്ന ആ ഡയലോഗാണ്, ഇത്രയേ ഉള്ളൂ നീ. നമ്മൾ ഇത് പറയുന്നത് പടത്തിന്റെ 50ാമത്തെ ദിവസത്തെ വിജയദിനത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. 1ാമത്തെ ദിവസമാണല്ലോ നീ റിവ്യൂ ഇട്ടത്. ബാക്കിയുള്ള 49 ദിവസം ഈ ചിത്രം കണ്ട ലക്ഷക്കണക്കിന് പ്രേക്ഷകർ വിധിച്ച വിജയം. 10 മിനിറ്റ് റിവ്യൂവിൽ തീർക്കാൻ പറ്റുന്നതല്ല ദിലീപിന്റെ വിശ്വസ്യത. ഞങ്ങളുടെ ടീമിന്റെ 1 വർഷത്തെ അധ്വാനവും ഒരാളുടെ 10 മിനിറ്റ് റിവ്യൂവിൽ തീർക്കാൻ സാധിക്കുന്നതല്ല. ഇനി ഇതിന്റെ പേരിൽ നീ 50 മിനിറ്റിൽ കുറയാതെ റിവ്യൂ ചെയ്യൂ. മലയാള സിനിമ പ്രേക്ഷകനെ സിനിമ പഠിപ്പിക്കാൻ ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. സിനിമ എന്താണെന്ന് അവർ തിയേറ്ററിൽ വന്ന് കണ്ടറിയും. അമ്മയുടെ ഗർഭപാത്രത്തിലിരുന്ന് സിനിമ അനുഭവിച്ചവരാണ് മലയാളികൾ. അവനോട് ഈ സിനിമ ചീത്തയാണ്, ഈ സിനിമ മോശമാണ് എന്നൊന്നും പറഞ്ഞ് പഠിപ്പിക്കാൻ ഒരാളുടെ ആവശ്യമില്ല. ഞാൻ വൈകാരികമായി സംസാരിക്കും. കാരണം അത്രത്തോളം ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ, ഇല്ലാതാക്കാൻ ശ്രമിച്ചവരോടുള്ള മറുപടിയാണിത്. വിമർശകരോടല്ല, വിമർശനങ്ങളിലൂടെ വന്നവനാണ് ഞാൻ. നമ്മളും വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇത് അതൊന്നുമല്ല. ഇത് മനഃപൂർവ്വം ഈ സിനിമയെ നശിപ്പിച്ചവർക്കുള്ള മറുപടിയാണ്. ഒരു മധുര പ്രതികാരം കൂടിയാണിത്. ദിലീപേട്ടന്റെ ഫാൻസിനെ ഫാൻസി എന്ന് ഞാൻ പറയില്ല. സിനിമയുടെ പേര് പോലെ ദിലീപാന്റെ ഫാമിലിയാണ്. അത്രയും അടുപ്പം അവരെല്ലാവരോടുമായിട്ടുണ്ട്. അധികം ആളുകളെയും പേരെടുത്തറിയാം. അവരെല്ലാവരും കൂടെ നിന്നു. ഈ സിനിമയെ താഴെ പോകാതെ ഒരു കൈക്കൊമ്പിളിൽ എന്നെ പോലെ അവർ മുന്നോട്ട് കൊണ്ടുപോയി. നെഗറ്റീവ് റിവ്യൂ വന്നിട്ടും അവർ ആദ്യ ദിവസം തന്നെ പറഞ്ഞിരുന്നു, ഈ സിനിമ തിയേറ്ററിൽ 50 ദിവസം കാണുമെന്ന്. എനിക്ക് അന്ന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവരുടെ വിശ്വാസം ഇവിടം വരെ എത്തിച്ചു. പറയേണ്ടത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞു പോയതിൽ ഒരു ക്ഷമയുമില്ല. ഈ സിനിമയുടെ പൂജയ്ക്ക് നിങ്ങൾക്ക് തന്ന വാക്ക് ഇവിടെ പാലിക്കുകയാണ്. ദിലീപേട്ടനെ വെച്ച് ഒരു കലക്കൻ പടം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ചിത്രം ചരിത്രത്തിലുണ്ടാകും. ആ ചരിത്രത്തിന്റെ ഭാഗമായി ഞങ്ങളും ഉണ്ടാകുമെന്നും ഷാരിസ് കൂട്ടിച്ചേർത്തു.